അതുകൊണ്ട് വല്ല വനത്തിലേക്കാണ് കൊണ്ട് കളഞ്ഞവിടെ പന്നി വല്ല കാട്ടാനിക്കോ ചുമക്കത്തിനോ കടുവ തിന്നില്ലേ. അവിടെ തോക്കുണ്ട് മാങ്ങയുണ്ട് തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞത്, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ. പലയിടത്ത് ഞാൻ ഈ ഒറ്റപ്പന്നി കുത്തി ഓരോരുത്തർ മരിച്ച കേസ് കേട്ടിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേന് പന്നിയുടെ ശല്യം എങ്ങാണ്ട് നാട്ടിൽ കിടന്ന പട്ടികളെല്ലാം കൊണ്ട് ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇന്നലെ ഒരു 30-35 എണ്ണോളം ഉണ്ടായിരുന്നു ഇവിടെ. മനുഷ്യനെ കൊന്ന കുഴപ്പമില്ല, പന്നിയെ കൊന്ന വിഷയമോ. ഒരു പാറമട ഇവിടെ വന്നതിന് ശേഷമാണ് ആ മെയിൻ റോഡിൽ പട്ടപ്പകലിലെ പന്നി കൂട്ടമായിട്ട് നിൽക്കുക. കപ്പയൊക്കെ ഇട്ടിരുന്നത് മുഴുവനും കുത്തി നശിപ്പിച്ചു. ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കാത്ത അവസ്ഥയെ. ഇവിടെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. പാട്ടത്തിന് കൃഷിയെടുത്ത് ചെയ്യുന്നവരാണ്. ഇപ്പം ആദ്യം 25 പേരുടെ പണിയായി. വാഴവിത്ത് 20 രൂപ, 1200 രൂപ ശമ്പളമോ ആൾക്കാർക്ക് ഈ പെരുവേലത്ത് ഇരുന്ന് പണിയുന്നതിന്. അതുപോലെ പന്നിയുടെ ശല്യം, മുള്ളം പന്നിയുടെ ശല്യം. ഒരു സാധനവും കിട്ടുന്നില്ല. വില ചെയ്ത് സാധനം കൊണ്ട് കൊടുത്താൽ അതിന് കൂലി വിലയില്ല. നിത്യോപയോഗ സാധനം വാങ്ങി ചെല്ലുന്നതിന് മൊത്തം വിലയാണ്. ഞങ്ങളെന്ത് ചെയ്യും? ഇന്നലെ നടന്ന സംഭവം ഇത്. മുറ്റത്ത് ഇറങ്ങാൻ ഒക്കത്തില്ല. ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വഴിയാത്രക്കാർ പോകുന്നവരുണ്ട്. പന്നിയെ പേടിച്ച ആൾക്കാരെല്ലാം പേടിച്ച് ജീവിക്കുന്ന മുറ്റത്തോലും ഇറങ്ങാൻ ഒക്കത്തില്ല. ബാത്റൂം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അയ്യത്തും മുറ്റത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ഇതിന് വേണ്ടുന്ന നടപടി എന്തുവെന്ന് വെച്ചാൽ ഉടനെ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ കർഷകർ വയനാട്ടിലും അവിടെ ഇവിടെ ചെയ്യും പോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ലോൺ എടുത്ത് ചെയ്യുന്നത്. പഞ്ചായത്തിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. അവിടെ തോക്കുണ്ട് മാങ്ങയുണ്ട് തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞത്, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ. തോക്കും കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുകയല്ലേ. 40-50 എണ്ണം ഒരുമിച്ചാണ് വരുന്നത്. പറയാൻ മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തുവെന്ന് വെച്ചാൽ ഇതിൻ്റെ നടപടി തീരെ. ഞങ്ങൾ കള്ളത്തരമൊന്നും പറയുന്നില്ല. ഇവിടെ വന്ന് കാണുക. ഒരു രാത്രി 7 മണി 8 മണിയാകുമ്പോൾ ഇവിടെ വരുക. ഞങ്ങൾ കള്ളം പറയുമെന്നോ ഇല്ലെന്നോ അന്നേരം അറിയാം. ഇപ്പോൾ വാടകത്ത് വീണ്ടും വാങ്ങിച്ചുകൊണ്ട് നോക്കുക. വണ്ടിക്കൂലി വാടകത്ത് 20 രൂപയാണ് വില. വളം ഒരു ചാക്ക് എല്ലുപൊടി വേണമെങ്കിൽ രൂപ 2000 കണ്ട ഇപ്പോഴത്തെ വില. കാര്യം പറയുക, ഈ ഏല ചീവോടെ ഏല മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു. 14 പാട്, പഴയ 14 പാട്, ഇപ്പോൾ 15 പാടാണ് ഏല മൊത്തത്തിലുള്ള കാര്യം പറയുന്നത്. ഇവിടെ അടുത്ത ഈ കണ്ടത്തിനോട് ചേർന്ന് തന്നെ 300 തൈ നട്ട. ഇപ്പം രണ്ടാമത് മാറ്റി നട്ട് മൊത്തത്തിൽ ഇപ്പം 400 തൈ വരും. അത് നട്ടേക്കുക. ഇതിനൊന്നും ഒരു നഷ്ടപരിഹാരം അല്ല. ആരോടും പറഞ്ഞിട്ട് കേൾക്കത്തില്ല. അവർ പറയുന്നത് പഞ്ചായത്തിൽ തോക്കുണ്ട്, തോക്കിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാം. പക്ഷേ ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാ പന്നികളും ഉണ്ട്, സകല പന്നികളും ഉണ്ട്. മുള്ളം പന്നി, മരപ്പട്ടി, പാക്കാന്തൻ, കാടൻ, എല്ലാ ശല്യവും ഉണ്ട്. മയില് അതുകൊണ്ട് ഒരു വാഴ കിളിച്ചു വന്നാൽ അതിനും നാമ്പാന്തരെ കൊത്തി അടത്തിക്കൊണ്ട് പോവുക. ഞങ്ങളെ ഇവിടെ മൊത്തം നാട്ടുകാരെ മൊത്തം ഇവിടുന്ന് മാറ്റുക. എത്ര നാളായി പന്നിയുടെ ശല്യം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കൊണ്ടുണ്ട്. 2 വർഷമായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു നടപടിയില്ല. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മെമ്പർമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും പന്നി ശല്യം കൂടാൻ കാര്യം എന്തോ? ഇത്രയും പന്നി ശല്യം കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പന്നിയൊന്നും ഇല്ലാത്ത, അല്ല നേരത്തെ അങ്ങനെ പന്നി ശല്യം ഇല്ലാത്ത ശല്യം ഇല്ലായിരുന്നു. അതാ ഇനിയിപ്പോൾ ആനയും പുലിയും കൂടെ ഇറങ്ങിയാൽ മതി. ഇപ്പം ഇങ്ങനെ കൂടാൻ കാര്യം എന്തോ? കൂടാൻ കാരണം പെറ്റി പെരുപോയി. മലയിലൊന്നും അതിനെ തല്ലി കൊല്ലാൻ പോലും ഇവർ സമ്മതിക്കത്തില്ല. മനുഷ്യനെ കൊന്ന കുഴപ്പമില്ല, പന്നിയെ കൊന്ന വിഷയമോ. പട്ടിയെ കൊല്ലാം. പട്ടി എങ്ങാണ്ട് നാട്ടിൽ കിടന്ന പട്ടികളെല്ലാം കൊണ്ട് ഇവിടെ കൊണ്ടിട്ടുണ്ട്. അതും വിഷയവും. എവിടെയോ കിടന്ന പട്ടികളെ കൊണ്ട് ഈ നാട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വല്ല വനത്തിലേക്കാണ് കൊണ്ട് കളഞ്ഞവിടെ. പന്നി വല്ല കാട്ടാനിക്കോ ചുമക്കത്തിനോ കടുവ തിന്നില്ലേ. എന്തിനാ നാട്ടിൽ ഇവിടെ ഈ പാവപ്പെട്ടവർ ജീവിക്കുന്നത് കൊണ്ടിടുന്നത്? എവിടെ നിന്ന് അതിനറിയാൻ വയ്യ. പേടിച്ച് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ നടക്കണ്ടേ? ഇവിടെ എല്ലാവരും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ആരും ധനവന്മാരും ഇല്ലേ. ഇവിടെ ഇപ്പം ഈ പ്ലാവിലാന്ന് 6 ചക്ക ഉണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രി വന്ന് മൊത്തം ഒരു മൂട് പ്ലാവ് ഒടിച്ചല്ലോ. ഈ ഒരു മൂട് പ്ലാവ് ഒടിച്ചു കളഞ്ഞ്. അതേപോലെ തന്നെ ഇപ്പം ഈ കണ്ട വയലിലാന്ന് ഒന്നും ചെയ്യുന്നില്ല പന്നിയുടെ ശല്യം കാരണം. നമ്മുടെ ഈ സൈഡിൽ കൂടെ ഇന്നലെ വന്നത് അങ്ങോട്ട് ഇതിലെ രാത്രി നടന്നു വന്നപ്പോൾ ആ ചീനി നിൽക്കുന്ന ഭാഗത്തോടാണ് ഇടിക്കാൻ വന്നതാണ്. ഗ്രോ ബാഗിനകത്തൊക്കെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേന് പന്നിയുടെ ശല്യം. ഒരു 10-11 മണിയാകുമ്പോഴത്തേന് ഇന്ന് ഏതായാലും കുരങ്ങ് വന്നില്ല. ഇന്നലെ ഒരു 30-35 എണ്ണോളം ഉണ്ടായിരുന്നു ഇവിടെ.
അതാ ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രതിവിധി കാണുക, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പന്നിയും സാധാരണ ഇവിടെ പിന്നെ ഈ ഇങ്ങനെയുള്ള ഈ ചേമ്പും കാര്യങ്ങളും എല്ലാം കൂടെ കുത്തി മറിച്ച് കളഞ്ഞ്, അത് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രോ ബാഗ്, ഇപ്പം പിന്നെ പുതിയ ഗ്രോ ബാഗിനകത്ത് കുറച്ച് കാര്യം ഇതെല്ലാം മറിച്ച് കളഞ്ഞതാണ്. നമുക്ക് അധികം മറ്റ് കൃഷി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ ഗ്രോ ബാഗിനകത്താണ് ഇതെല്ലാം നശിപ്പിച്ച് കളയുമായി. ഞാൻ ഡയറക്റ്റ് ഒറ്റപ്പന്നിയാണ് ഞാൻ കണ്ടത്. കൂട്ടമായി വരുന്ന പന്നികളെന്ന് പറയുന്നത് ഈ കൃഷി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം അവർ ഈ വെയിലും മഴയൊന്നും നോക്കാതെ അവർ വാഴ നടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഒരു രാത്രി കൊണ്ട് അവരുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും വരുമാനങ്ങളും ഇല്ലാതാവുന്നതിൻ്റെ ഒരു പ്രശ്നം വേറെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആരും ഇരിക്കത്തുപോലുമില്ല. കാരണം ഒരു പരിധി കഴിയുമ്പം ഇത് കൂട്ടമായിട്ടിറങ്ങി കൃഷികൾക്ക് നാശമുണ്ടാക്കി. പിന്നെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നവരെ, പിന്നെ ഈ രാശേട്ടൻ പറയുന്ന പോലെ ബൈക്കിനകത്ത് പോയ 2 പേരെ മറിച്ചിട്ട് ഒരു സത്യം പറയാൻ ഒരു 2 കൊല്ലം കൊണ്ടാണ് ഈ പന്നി എന്ന് പറയുന്ന ഒരു സംഭവം ചീവട്ട് എന്തോ ലിജോ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ നേരത്തെ നമുക്ക് പന്നിശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ നാട് വികസിക്കുമ്പോൾ ഇങ്ങനെയുള്ള പന്നിശല്യങ്ങളും മറ്റുള്ളത് കുറയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയത്തില്ല. ഒരു പാറമട ഇവിടെ വന്നതിന് ശേഷമാണ് അവിടെ ആ പാറ പൊട്ടിച്ചതും അവിടെ ഇരിക്കുന്നതായിട്ടുള്ള കാട്ടിൽ ഇച്ചിരി കാട് സൈഡാണ്, ആ തോട്ടത്തിലുള്ള പന്നികൾ നാട്ടിലോട്ട് ഇറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാട്ടുകാർക്ക് അതിൻ്റെ രൂക്ഷമായിട്ടുള്ള ഒരു പേടിയും കാര്യങ്ങളും. ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഞങ്ങളൊക്കെ വളരെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം വീട്ടിൽ അമ്മയുണ്ട്, വൈഫുണ്ട്, അവരൊക്കെ വെളിയിറങ്ങുന്നതും അവർക്കൊക്കെ ഒരു കറക്റ്റ് നിർദ്ദേശം കൊടുത്തിട്ട് നമ്മൾ വെളിയിറങ്ങും. കാരണം ഈ സാധനം എപ്പോഴാണ് വരുന്നത്, എങ്ങനെ ആക്രമിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം ഇനിയും ഒരാൾക്ക് ആ ഒരു നെഗറ്റീവ് ഉണ്ടാവാതെ ഇതിൽ നിന്ന് ഒന്നുകിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആരെങ്കിലോ പഞ്ചായത്ത് മെമ്പറോ അവരെല്ലാം കൂടെ നേതൃത്വം നൽകി ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, അത് ഒരു വട്ടം വന്ന് കണ്ട് ആ സൊല്യൂഷൻ പറഞ്ഞിട്ട് പോകുന്നതല്ല, അതിന് നിരന്തരമായിട്ടൊരു സൊല്യൂഷൻ അതെപ്പോഴും. നമ്മുടെ ഈ ചീവോട് പ്രദേശത്ത് ഈ കൊച്ചുങ്ങളൊക്കെ നടന്ന് ട്യൂഷനൊക്കെ പോകുന്ന ഒരു വഴിയാണത്. ആ മെയിൻ റോഡിൽ പട്ടാപ്പകലൊരു പന്നി കൂട്ടമായിട്ട് നിൽക്കുക. ഒറ്റേനാണ് ഏറ്റവും ഡേഞ്ചർ. പല പ്രാവശ്യം കൊച്ചുങ്ങളൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത്. ഈയിടെ ആയിട്ട് വളരെ രൂക്ഷമായ ശല്യമാണ്. കാരണം ബൈക്കിൽ പോകുന്നവരെ പല പ്രാവശ്യം ഇടിച്ചിട്ടു. പിന്നെ കൊച്ചുങ്ങളെ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഓടി അടുത്ത വീട്ടിൽ കയറി. അങ്ങനെ ആ താഴെ ഒരു കലമുണ്ട്, അവിടെ പന്നിയെ കണ്ട് പിള്ളേർ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കൊക്കയാണ്. അപ്പോൾ ഇവിടെ ഈ പകൽ പോലും ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം കൂട്ടമായിട്ട് ഇറങ്ങി വരും, വീട്ടിനകത്തേക്ക് കയറുക. അപ്പോൾ അതൊരു വലിയൊരു സീരിയസ് പ്രശ്നമാണ്. അതുപോലെ കൃഷി ഇവിടെ ആൾക്കാർ നട്ടുവെച്ച് ഇരിക്കുന്ന വാഴ, അതുപോലെ എന്ത് കൃഷിയായാലും ചെറിയ തെങ്ങ് കാര്യങ്ങളെല്ലാം എടുത്ത് കളയുക. ഒന്നും നടാനോ അതൊന്ന് പിന്നെ കയറ്റമാക്കി എടുക്കാനോ പറ്റുന്നില്ല. വലിയ നഷ്ടമാണ്. കർഷകർ ഭയങ്കര രീതിയിലുള്ള ദ്രോഹമാണ്. ഈ പന്നി കാരണം ഒരു രക്ഷയില്ല. മനുഷ്യന്മാരാകെ ബുദ്ധിമുട്ടി വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ടെറസിൻ്റെ ഒരു സൈഡിലായിരുന്നു ചെയ്തത്, അതെടുത്ത് താഴെ മറിച്ചിടുക. മേളിൽ കയറുമല്ലേ? മേളിൽ ഇപ്പോൾ ചെടികൾ മാത്രമേ ഉള്ളൂ. മനക്കര ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ പന്നിയുടെ ശല്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചില ദിവസങ്ങളിൽ. അത് പന്നി വളരെ കൂട്ടമായിട്ട് വന്ന് മനുഷ്യനെ ശല്യം ചെയ്യുക. അതുപോലെ എൻ്റെ വിള കപ്പയൊക്കെ ഇട്ടിരുന്നത് മുഴുവനും കുത്തി നശിപ്പിച്ചു. അതിനുശേഷം വാഴ, തെങ്ങ് കൃഷി ചെയ്തു അവിടെ തന്നെ, അതും മുഴുവനായിട്ട് കുത്തി നശിപ്പിച്ച് ആ പ്രദേശം മൊത്തവും നാശമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ പഞ്ചായത്തിലൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. ഗവൺമെൻറ് തലത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ നമ്മളതിനെ കൊല്ലുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. നാട്ടിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യാമെന്ന് ചിന്തിച്ചാൽ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷി നശിച്ചതിന് വലിയൊരു തുക ചിലവായിട്ടുണ്ട്. അതിന് എന്തെങ്കിലും പരിഹാരം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം വളരെ ഇതിൻ്റെ ഒരു ശല്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഇറങ്ങി റോഡിൽ കൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യം, ബൈക്കിൽ പോകാൻ പറ്റാത്ത സാഹചര്യം, കുഞ്ഞുങ്ങളും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ വളരെ പ്രയാസമാണ്. ഇത് ഗവൺമെൻറ് ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇതിന് പ്രതിവിധി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.